ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡ്രൈ ക്യാമിനെ കുറിച്ചാണ് പറയുന്നത്. ക്യാമറയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്കതിന് സൂക്ഷിച്ച് വെക്കാം. നമ്മൾ പുറമെയാണ് ക്യാമറ സൂക്ഷിച്ച് വെക്കുന്നു എന്നുണ്ടെങ്കിൽ പ്രശ്നം വരുന്നത് നമ്മുടെ ലെൻസുകളിൽ ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ലെൻസിൻ്റെ പിക്ചർ ക്യാപ്ചർ ചെയ്യാനുള്ള ക്വാളിറ്റി നഷ്ടപ്പെടും. അത് ലെൻസ് മാത്രമല്ല, സെൻസർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഈ പറയുന്ന ഫംഗസ് പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സർവീസ് സെൻറ്ററിലൊക്കെ പോയി നമ്മൾ ലെൻസ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സമയത്തിന് നമുക്ക് ലെൻസ് കിട്ടണമെന്ന് നിർബന്ധവും ഇല്ല. കാരണം വർക്കുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിൽ അവർക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. സാധാരണ ഫോട്ടോഗ്രാഫേഴ്സ് സിലിക്ക ജെല്ല് പോലുള്ള കാര്യങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ട് ബോക്സിനകത്ത് അടച്ചു വെക്കുന്നവരുണ്ട്. പക്ഷേ അത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. വർക്കിന് പോയിട്ട് വന്നിട്ട് നമ്മൾ ക്യാമറ ബാഗിൻ്റെ അകത്ത് തന്നെ വെക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഒരുപാടുണ്ട്. പിന്നെ അടുത്ത വർക്കിനെ അവർ എടുക്കുകയുള്ളൂ. അപ്പോൾ അത് മഴയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊള്ളുമ്പോഴത് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഇതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. കാരണം വിലപിടിപ്പുള്ള ലെൻസും ഫിൽറ്ററുകളൊക്കെ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ട് അതിനകത്ത് ഫംഗസ് വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് തന്നെ ഒരുപാട് നഷ്ടം സംഭവിക്കും. കാരണം ആ ഒരു ക്വാളിറ്റി ഒന്നാമത് ക്വാളിറ്റി കുറവായിരിക്കും, അതിൻ്റെ എലിമെൻറ്റ്സ് പ്രശ്നം വരും, അലൈൻമെൻറ്റ് പ്രശ്നം ഉണ്ടാവാം. കമ്പനി സെറ്റിംഗ് പോലെ എന്തായാലും റീബിൽഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീഅസംബിൾ ചെയ്യുമ്പോൾ നടക്കണമെന്ന് നിർബന്ധമില്ല. കടലിലൊക്കെ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. കാരണം ഉപ്പിൻ്റെ കണ്ടൻറ്റ് കയറി കഴിഞ്ഞാലും നമ്മുടെ എക്യുപ്മെൻറ്റ്സിന് കംപ്ലൈൻറ്റ് വരാം. പെട്ടെന്ന് നിരന്തരം എന്തെങ്കിലും ഒരു വർക്കുകൾ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതും പ്രശ്നങ്ങൾ വരാം. കാരണം ഈ എലിമെൻറ്റുകൾ അകത്ത് കിടക്കുന്നതെല്ലാം ഓരോ ഗ്ലാസ് പീസുകളാണ്. അതിനകത്തെല്ലാം ഈ പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും രീതിയിൽ ഈർപ്പം വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു എലിമെൻറ്റിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് മൊത്തം പിക്ചറിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ സിലിക്ക ജെല്ലിനെ സംബന്ധിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതൊരു പാക്കറ്റിൻ്റെ അകത്താക്കി ഈ ബോക്സിനകത്ത് നിക്ഷേപിച്ചിട്ട് ഈ ബോക്സിൽ തന്നെ ക്യാമറ വെച്ച് അടച്ചു വെക്കുന്നവരുണ്ട്. സാധാരണ നോർമൽ ടെമ്പറേച്ചറിൽ അത് നീലയാണ്. ഈർപ്പം പിടിച്ചെടുത്ത് വെള്ളയായിട്ട് മാറും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനെ വീണ്ടും ചൂടാക്കണം. ഒന്നെങ്കിൽ സൂര്യപ്രകാശത്തോ വെയിലുള്ള സമയത്തോ അല്ലെങ്കിൽ ഓവനിലോ വെച്ച് ചൂടാക്കി അതിനെ വീണ്ടും പഴയ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. റീസൈക്കിൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും, റിഫ്രഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു മെനക്കെട്ട പരിപാടിയാണ്. പക്ഷേ ഈ ഡ്രൈ ക്യാബിനറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി എത്ര ലക്ഷത്തിൻ്റെ ക്യാമറ ലെൻസ് വാങ്ങിച്ചു വെച്ചാലും നമ്മുടെ അന്തരീക്ഷത്തിലിരിക്കുന്ന കാര്യങ്ങളാണതൊക്കെ. അപ്പോൾ അതിൻ്റെ ഈർപ്പമൊക്കെ ഈ ലെൻസിൽ പെട്ടെന്ന് പിടിക്കും. എത്ര ഫിൽറ്റർ ഇട്ടാൽ പോലും പറ്റില്ല. കാരണം ഇതിൻ്റെ അകത്തൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പുകളുണ്ടാവും. ത്രെഡിൻ്റെ അകത്തും ഒക്കെ എന്തായാലും എയർ സർക്കുലേഷൻ ഉള്ളതാണല്ലോ. അപ്പോൾ അതിൽ ഫംഗസ് കയറുക എന്നുള്ളത് വലിയ അത്ഭുതമായിട്ടുള്ള കാര്യമല്ല. ഉറപ്പായിട്ട് ഈർപ്പം കയറി ഫംഗസ് ആവും. ഫംഗസ് അല്ല കയറുന്നത്, ഈർപ്പം കയറിയിട്ട് ഫംഗസ് ആവുകയാണ്. ഈർപ്പം അതിനകത്തിരുന്ന് പതുക്കെ ഇരുന്ന് വേര് നേരത്തെ കണ്ട ഫോട്ടോയിൽ പോലെ വേര് പിടിച്ച് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ഡ്രൈ ക്യാബിനറ്റ് വാങ്ങിച്ച് വെച്ച് നമ്മുടെ നല്ലവരായ ഫോട്ടോഗ്രാഫേഴ്സും അമേച്ചറായിട്ടുള്ളവരായാലും പ്രൊഫഷണലായിട്ടുള്ളവരാണെങ്കിലും ഈ ബോക്സ് വാങ്ങിച്ച് വെച്ച് നിങ്ങളുടെ വിലപ്പെട്ട ഉപകരണങ്ങൾ സംരക്ഷിക്കുക. അത് കാരണം വെച്ചാൽ സർവീസ് സെൻറ്ററിലൊക്കെ ഞാൻ എൻ്റെ ക്യാമറയും ഇതേപോലെയൊക്കെ പ്രശ്നങ്ങൾ വന്നതാണ്. അപ്പോൾ ഒരു വർക്കിൽ നിന്നൊക്കെ നമുക്ക് പൈസ കിട്ടുന്നത് എത്രയാണെന്നുള്ള അറിയാമല്ലോ. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണെങ്കിലും കേരളത്തിലെ ഫോട്ടോഗ്രാഫേഴ്സിനെ സംബന്ധിച്ച് ഒരു ബാർഗനിങ് ആണ്. ഒരാൾ വർക്ക് പിടിക്കുമ്പോൾ അതിൽ നിന്ന് താത്ത് പിടിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സുണ്ട്. പ്രൊഫഷണൽ അല്ലാത്തവരാണ് അതൊക്കെ ചെയ്യുന്നത് വർക്ക് കിട്ടാൻ വേണ്ടി. ഓക്കെ, നമ്മൾ അങ്ങോട്ട് ആ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല, പോട്ടെ. 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് നമ്മുടെ ടെമ്പറേച്ചറാണ്, റൂം ടെമ്പറേച്ചർ. അല്ലെങ്കിൽ നമ്മൾ പുറത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറയും. 45 എഴുതിയിരിക്കുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയും. അപ്പോൾ 46 ആയി. ഇത് ബാലൻസ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്തോളും. നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഈ ബോക്സിനകത്ത് സെറ്റ് ചെയ്യാനുള്ളതാണ്. അതായത് ക്യാമറയുടെ ലെൻസിന് ആവശ്യമായ ഫംഗസ് മോൾഡ് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ടെമ്പറേച്ചറുണ്ട്. ആ മോൾഡോ ഫംഗസോ വളരത്തില്ല. ഈ 45 to 50 ഇട്ട് കഴിഞ്ഞാൽ മോൾഡോ ഫംഗസോ ഈ നമ്മുടെ ലെൻസിലോ ക്യാമറയിലോ ബാധിക്കത്തില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് പ്രീസെറ്റുകളാണ്. ഈ പ്രീസെറ്റിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ ബോക്സ് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ഇത് വ്യത്യാസമായിട്ടിരിക്കും. കുറഞ്ഞ ചിലപ്പോൾ 30 ഒക്കെ ആയിരിക്കും. പക്ഷെ അവർ കമ്പനി സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് 45 to 50 ആണ്. അതിൻ്റെ അകത്ത് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെൻസിലോ ബാക്കിയുള്ള ഒപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫിൽറ്ററിലോ ഒന്നും ഈ ഫംഗസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മോൾഡ് ഉണ്ടാകത്തില്ല. ഇതെന്ന് പറയുന്നത് പ്രീസെറ്റാണ്. ഈ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ളതാണ് ഈ പ്രീസെറ്റ്. ഇത് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഹ്യൂമിഡിറ്റി ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിത് സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാറത്തില്ല. കറണ്ട് പോയാലും തിരിച്ച് കറണ്ട് വന്നാലും ഈ 45 തന്നെ ആയിരിക്കും കിടക്കുക. അപ്പോൾ മിനിമം കമ്പനിക്കാർ സ്പെസിഫൈ ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമിഡിറ്റി ഫംഗസോ മോൾഡോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് 45 to 50 ആണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ട് ഇതിപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചറാണ് ഈ കാണിക്കുന്നത്.
നമ്മുടെ റൂം ടെമ്പറേച്ചറാണ് 30°C. ഇത് 46 എന്ന് പറയുന്നത് ഈ ബോക്സിനകത്തുള്ള ടെമ്പറേച്ചറാണ് ഈ കാണുന്നത്. നമ്മുടെ വിലപ്പെട്ട നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ചീത്തയാവാതിരിക്കാനായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഈ മഴക്കാലം വരുന്നതിന് മുമ്പ്